10 ലക്ഷം കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കവേ ലാൻഡ് റവന്യൂ തഹസിൽദാർ അറസ്റ്റിലായ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് വിജിലൻസ്. കണയന്നൂർ താലൂക്ക് ലാൻഡ് റവന്യൂ തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടിസ് ആണ് വിജിലൻസ് പിടിയിലായത്. നടന്നത് ആസൂത്രിത സാമ്പത്തിക തട്ടിപ്പെന്നാണ് കണ്ടെത്തൽ. വ്യാജ പരാതിക്കാരനെ മുൻനിർത്തി കുറ്റകൃത്യം ആസൂത്രണം ചെയ്തത് അറസ്റ്റിലായ തഹസിൽദാരെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ കൂടുതൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. റവന്യൂ രേഖകളിൽ നിലം എന്ന പേരിൽ കിടന്ന ഭൂമി വിൽപ്പനയ്ക്ക് ശ്രമിച്ചതോടെയാണ് ഉദ്യോഗസ്ഥർക്ക് അഴിമതിക്ക് കളമൊരുങ്ങിയത്. ഏജന്റുമാർ 10 ലക്ഷം ആവശ്യപ്പെട്ടതോടെ ഭൂവുടമകൾ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. ഡമ്മിയായിട്ടുള്ള പരാതിക്കാരെ പരാതിക്കാരായി വന്നിട്ട് അവരിലൂടെ സെറ്റിൽ ചെയ്ത് കാശ് മേടിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത്. അതനുസരിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഏജന്റുമാരെയും ഇതിലേക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തു. കണ്ണൻ എന്ന രാജേഷും ഷിബിനും പരാതിക്കാർ എന്ന രീതിയിൽ പണം കൈപ്പറ്റി. 2 ലക്ഷം പണമായും 8 ലക്ഷം ചെക്കായും വാങ്ങിയതിന് പിന്നാലെ വിജിലൻസ് പിടികൂടി. ഇവരിൽ നിന്നാണ് കണയന്നൂർ താലൂക്കിലെ ലാൻഡ് റവന്യൂ തഹസിൽദാർ ജോസഫ് ആന്റണി ഹെറിറ്റസിലേക്ക് നടപടി വീഴുന്നത്. പ്രതികൾ കുറ്റം സമ്മതിച്ചെങ്കിലും കുറ്റകൃത്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് വിവരം. സംഭവത്തിൽ വിജിലൻസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.